പയ്യന്നൂരിൽ പാർട്ടി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ പ്രതിരോധിക്കാൻ CPM തീരുമാനം. കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പിന്നാലെ പാർട്ടി കണക്കുകൾ നിരത്തി മറുപടി നൽകും. പുസ്തകം പുറത്തിറങ്ങും മുൻപ് കണക്ക് അവതരിപ്പിക്കാൻ മനസ്സില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. തോന്നിവാസങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ കേസ് കൊടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. മനസ്സില്ല, വെല്ലുവിളിയൊന്നും ഞാൻ അതൊന്നും ഏറ്റെടുക്കാനേ പോകുന്നില്ല. ആര് വെല്ലുവിളി, ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുന്നത്? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല. തോന്നിവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് പോകും. ഏരാചേട്ടൻ പറഞ്ഞാലും ഗോവിന്ദമാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. എന്നാൽ കേസ് കൊടുക്കുമെന്ന MV ഗോവിന്ദന്റെ മുന്നറിയിപ്പിനെ ഭയക്കുന്നില്ലെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ മറുപടി പറയുന്നത്. തന്റെ തുറന്നു പറച്ചിൽ കാരണമാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കുകൾ പുറത്തുവിടാമെന്നെങ്കിലും പാർട്ടി സമ്മതിച്ചത്. പാർട്ടിയെ വെല്ലുവിളിക്കുകയല്ല, കണക്കുകൾ പുറത്തുവിടാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്നും വി കുഞ്ഞികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ പാർട്ടി ഈ പുസ്തകം ഇറക്കുന്നതിന് തൊട്ട് മുൻപ് കണക്കുകൾ പുറത്തുവിടട്ടെ എന്ന്. MV ഗോവിന്ദൻ ഇപ്പോൾ അതിനൊരു മറുപടി നൽകിയിട്ടുള്ളത് മനസ്സില്ല എന്നാണ്. എന്താണ് താങ്കൾ അതിനോടുള്ള പ്രതികരണം? അല്ല, അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാനൊരു അഭ്യർത്ഥന അവരോട് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കണക്ക് അവതരിപ്പിക്കേണ്ടത് അവരാണ്. രാകേഷ് പറഞ്ഞ ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ജനങ്ങളോട് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം നല്ലത്. 4-5 വർഷമായി പറയാത്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു നിലപാടിൽ എത്തിച്ചേർന്നത് എൻ്റെ ഈ തുറന്നു പറച്ചിലും ഈ പുസ്തകവും ഒക്കെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അല്ല, കേസ് സ്വാഭാവികമായും കൊടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അപ്പം അങ്ങനെ കൊടുത്താൽ അത് അതിനനുസരിച്ച് നിയമപരമായി കൈകാര്യം ചെയ്യും എന്നത് മാത്രമേ. ഇത്തരം നടപടികളൊന്നും താങ്കൾ ഭയക്കുന്നില്ല? ഒന്നും ഭയക്കുന്നില്ല. നാളെയാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പുറത്തിറങ്ങുക. സിനോജ് തോമസും അഭിജിത്ത് മുഴക്കുന്നുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സിനോജ്, ഏതായാലും കുഞ്ഞികൃഷ്ണന്റെ വെല്ലുവിളിക്ക് അതേ നാണയത്തിൽ, അതായത് പുസ്തകം ഇറങ്ങുന്നതിന് മുൻപ് കണക്ക് പുറത്തുവിടാൻ മനസ്സില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പാർട്ടി കണക്കുകൾ നിരത്തും എന്ന കാര്യം ഉറപ്പാണ്. എന്താണ് ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണം ഇതിൽ? വിനീത, അതായത് കുഞ്ഞികൃഷ്ണൻ കണക്കുകൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നത്, പാർട്ടിയോട് കണക്കുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണക്കുകൾ നിരത്തി തന്നെ പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരും. കാരണം പയ്യന്നൂരിലെ ഫണ്ട് വിവാദം 3ആയി തരംതിരിക്കാം. 1 ധനരാജ രക്തസാക്ഷി ഫണ്ട് വിവാദം, 2 അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിവാദം, 3ാമത്തത് 2021 TI മധുസൂദനൻ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ കണക്ക്. ഈ 3 ഫണ്ട് വിവാദമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. എല്ലാ കണക്കുകളും അദ്ദേഹം ഓഡിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് കണക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കണക്ക് നിരത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും നാളെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഉന്നയിക്കുക. ഇതിനു മുൻപ് വിവാദമായ ഘട്ടത്തിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാകേഷ് പറഞ്ഞത് അത് പാർട്ടി ഫണ്ടാണ്, അതുകൊണ്ട് കണക്കുകളൊക്കെ തന്നെ പാർട്ടിയുടെ ഘടകത്തിൽ വിശദീകരിച്ചാൽ മതി. പാർട്ടി അത് വിശദീകരിച്ചതാണ്, അത് പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടു. അതിനെതിരെ കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ LDFന്റെ വികസന മുന്നേറ്റ ജാഥ നടന്നു വരികയാണ്. പയ്യന്നൂരിലൊക്കെ തന്നെ ജാഥ ഇന്നലെ എത്തുകയും MV ഗോവിന്ദൻ മാഷ് ശക്തമായ ഭാഷയിൽ ഇത് വിഷയം അവതരിപ്പിക്കുക തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും CPMനെതിരെ ഉയരുന്ന ചോദ്യം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ CPM സ്വാഭാവികമായിട്ട് അവരുടെ സംഘടനാ ശേഷം ജനപിന്തുണ വെച്ച് പ്രതിരോധിക്കുന്നൊപ്പം തന്നെ കണക്കുകൾ നിരത്തിയും പ്രതിരോധിക്കാൻ വേണ്ടി പോവുകയാണ്. പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിക്കുന്ന കണക്കിന് ബദലായിക്കൊണ്ട് പാർട്ടി ഒരു വാർത്താ സമ്മേളനം വിളിക്കും. ജില്ലാ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് കണക്കുകൾ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ കാര്യങ്ങൾ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുകയാണ്. അഭിജിത്ത്, നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേര്. കണക്ക് പുറത്ത് വിടില്ലെന്ന് തീരുമാനിച്ച പാർട്ടിയെ കൊണ്ട് ഏതായാലും ആ പുസ്തകത്തിന് പിന്നാലെ കണക്ക് പുറത്ത് വിടിയിപ്പിക്കാം എന്നല്ലെങ്കിൽ കണക്ക് പുറത്തു വിടാം എന്ന രീതിയിൽ ഒരു തിരുത്തലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്, അല്ലേ അഭിജിത്ത്? തീർച്ചയായും വിനീത, അത് തന്റെ വിജയമായി തന്നെ വി കുഞ്ഞികൃഷ്ണൻ കരുതുകയും ചെയ്യുകയാണ്. നമ്മളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഏതാണ്ട് 5 വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട കണക്ക് അതിലാണ് താൻ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിലൊരു മറുപടി കൃത്യമായി ലഭിക്കാതെ വന്നപ്പോഴാണ്
പുസ്തകം എഴുതുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് താൻ നിർബന്ധിതമായത്. അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റു വഴിയൊന്നുമില്ലാതിരുന്നപ്പോഴാണ് താൻ ഇങ്ങനെ ഒരു പുസ്തകം എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് സഖാക്കൾ തന്നോട് പൊറുക്കണമെന്നുകൂടി അദ്ദേഹം തന്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ പാർട്ടി ഈ കണക്കുകൾ പുറത്തുവിടാം എന്ന നിലയിലേക്ക് ഒരു തീരുമാനത്തിലെത്തിയത് തന്റെ വിജയമായി വി കുഞ്ഞികൃഷ്ണൻ കാണുകയാണ്. അദ്ദേഹം പറയുന്നത് തന്റെ തുറന്നു പറച്ചിലാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിർബന്ധിതമാക്കിയത് എന്നുള്ളതാണ്. നേരത്തെ ആദ്യം മാധ്യമങ്ങളെ കാണുമ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തന്റെ പുസ്തകം താൻ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന് നൽകിയിരുന്നു. അപ്പോൾ കെ രാഗേഷ് പറഞ്ഞ മറുപടി ഇതൊരു ബോംബാണ് എന്നുള്ളതാണ്, ഇത് പുറത്തു വിടരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകം നാളെ പുറത്തേക്ക് ആളുകളിലേക്ക്, അണികൾക്കിടയിലേക്ക്, പ്രവർത്തകരിലേക്കൊക്കെ എത്താനിരിക്കുകയാണ്. ഇതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് അണികൾക്കിടയിലേക്ക് എത്തുമ്പോൾ അതൊരു ബോംബായി മാറുമോ, ഇനി അതല്ല ഒരു ഏറുപടക്കം മാത്രമായി അവശേഷിക്കുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷെ അപ്പോൾ അഭിജിത്ത്, ഇന്നിപ്പോൾ എം.വി. ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ തോന്നിവാസം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകും പാർട്ടി എന്നാണ്. വിനീത, അതിനും കൃത്യമായ മറുപടി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. അത് നിയമപരമായ കാര്യമാണ്, അത് അതിന്റെ വഴിക്ക് പോകട്ടെ, അതിനെ ആ രീതിയിൽ തന്നെ നേരിടാൻ താൻ തയ്യാറാണ് എന്നും വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ മറ്റു മറുപടികൾ ഇല്ലാത്തതിനാലാകാം കേസ് എന്നുള്ളൊരു നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നത്, എം.വി. ഗോവിന്ദന്റെ പ്രതികരണം വന്നത് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണന്റെ മറുപടി. ഇതിൽ നമ്മൾ എം.വി. ഗോവിന്ദനോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം വിനീത, എങ്ങനെയാണ് ഈ പേരുകളെയൊക്കെ CPM പ്രതിരോധിക്കുക? പുസ്തകത്തിൽ നിരവധി CPM നേതാക്കളുടെ പേരുകൾ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അതിനുള്ളൊരു മറുപടിയായാണ് ഇത്തരം തോന്നിവാസങ്ങൾ എഴുതിവിട്ടാൽ അതിന് കേസ് കൊടുക്കുമെന്നുള്ള എം.വി. ഗോവിന്ദന്റെ പ്രതികരണവും വന്നിരുന്നത്. ശരി, അഭിജിത്തും സിനോജ് തോമസുമാണ് വിശദാംശങ്ങൾ നൽകിയത്.